നിയുക്ത മണലൂർ എം.എൽ.എ പ്രൊഫസർ സി രവീന്ദ്രനാഥിന് തൃത്തല്ലൂർ മേഖലയിലെ 12 ബൂത്ത് പ്രദേശങ്ങളിൽ LDF തൃത്തല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണങ്ങൾ നൽകി. വിവിധ ബൂത്ത് പ്രദേശങ്ങളിലെ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ MLA ആദരിച്ചു. LDF തൃത്തല്ലൂർ മേഖലാ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ, പ്രസിഡന്റ് CB സുനിൽകുമാർ, VR ഷിജിത്ത്, CPI ലോക്കൽ സെക്രട്ടറി അനിത് കുമാർ, ശാന്തി ബാസി, MP ഭാസ്കരൻ, ഹേമലത പ്രതാപൻ, MA യൂസഫ്, ഗിരീഷ് മാത്തുക്കാട്ടിൽ, PB നിലേഷ്, MB ബിജു, VG വിനോദൻ, PR സുശീൽ, ഓമന മധുസൂദനൻ എന്നിവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. വിനോദൻ ചാളിപ്പാട്ട്, KA പ്രദീപ് കുമാർ, PS ദിനേശൻ, EK ചന്ദ്രൻ, VK മധു, RA ഷൗക്കത്ത് അലി, NK ലോഹിതാക്ഷൻ, TR ശശികല ടീച്ചർ എന്നിവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇങ്ങനെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച് വിജയം നേടിയപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ സന്ദേശങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സമൂഹത്തിന് നൽകുന്നുണ്ട്. അത് വിശകലനം ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. മണലൂർ നിയോജകമണ്ഡലം കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിൽ ഒന്നാണ്. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഏത് ദിശയിലാണ് പോയത് എന്ന് നമുക്കെല്ലാം അറിയാം. അതേസമയം അഖിലേന്ത്യാ തലത്തിൽ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്നു. അവയെല്ലാം എങ്ങോട്ട് പോയി എന്നുള്ളതും നമുക്കെല്ലാം അറിയാം. അതായത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ദിശാഗതിയും സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ദിശയും പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി തനിമയോടുകൂടി മണലൂരിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു.